എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എവിടെ വഅദിന്റെ സദസ്സുണ്ടെങ്കിലും ഓടി വരുന്നവളോ, ഫർദയും ധരിച്ച് നടക്കുന്നവളോ, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടക്കുന്നവളോ, മഹാന്മാരെ സ്നേഹിക്കുന്നവരോ, എന്റെ പ്രിയപ്പെട്ടവരെ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരോ, എന്നിട്ട് പോയിരുന്ന് ടിവിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് അന്യ പെണ്ണിനെ കാണുന്നവരോ, എന്റെ പ്രിയപ്പെട്ടവരെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹനെ കാണേണ്ടത്? ഈ കണ്ണുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പാതിരാത്രി യൂട്യൂബിനകത്ത് കയറിയിട്ട് വീടിന്റെ അകത്ത് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് മൊബൈലെടുത്ത് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് യൂട്യൂബിൽ കയറിയിട്ട് സെക്സ് കാണുന്ന യുവത്വേ, മോനെ നിനക്ക് ആഗ്രഹമില്ലേടാ? ഈ കണ്ണുകൊണ്ട് നിന്നെ പടച്ചുറപ്പിന് നിനക്ക് കാണാനുള്ള ആഗ്രഹമില്ലേ? 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്നെ പടച്ചുറപ്പിനെ നിനക്ക് കാണണ്ടേ? ഫവകാഹു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ വജൂഹു യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. പൊന്നുമോനെ, നാളെ പടച്ചറബ് നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് സലാം പറയുമ്പോൾ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ വന്നിട്ട് നാളെ സലാം പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസം നിനക്ക് റബ്ബിനെ കാണണ്ടേ? ഈ ഹറാമ് കണ്ട കണ്ണുകൊണ്ട് നിനക്ക് കഴിയുവോ പൊന്നുമോര്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അവിടെന്ന് പറയുന്നു, കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതാ ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയോ? ഹറാം കേൾക്കലാ. ഹറാം കേൾക്കല് നിന്റെ ചെവിയുടെ വ്യഭിചാരമാണ്. പടച്ചവരെ, നാവിന്റെ വ്യഭിചാരം എന്തെന്നറിയോ? സെക്സ് പറയല്, വൃത്തികേടുകൾ പറയല്. അല്ലാഹുവേ പടച്ചവനെ, ആരോടും പറയാൻ പാടില്ലാത്ത മണിയര രഹസ്യം പോലും കാമുകനോട് സൈറ ചെയ്യുന്ന ഉമ്മ, നാവ് കൊണ്ട് എന്തെല്ലാം വൃത്തികേട് പറയുന്നവരാ, നാവ് കൊണ്ട് ഏതെല്ലാം മോശമായ സംസാരങ്ങൾ സംസാരിക്കുന്നവരാ. ആഗ്രഹമില്ലേ ചെറുപ്പക്കാരാ, തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ഈ വൃത്തികേടുകൾ പറഞ്ഞ നാവ് കൊണ്ടാട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ളത് ഈ നാവ് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല് നാവിന്റെ വ്യഭിചാരമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, കയ്യുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടല്, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടല്, അന്യ ചെറുപ്പക്കാരന്റെ ശരീരത്ത് തൊടല്, അത് കയ്യുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ചിലർക്കത് വല്ലാത്ത ഹോബിയാണ്. കല്യാണ വീട്ടിൽ കടന്നു പോകുമ്പോ, ജനങ്ങൾ തിരക്ക് കൂടുമ്പോ, ബസിന്റെ അകത്ത് കയറുമ്പോ പടച്ചവനെ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിന് വേണ്ടി ചിലർക്ക് വല്ലാത്ത ആഗ്രഹമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ, മോനെ, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ, അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? എടാ, പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറയുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നി കാഷ്ടത്തിൽ കിടന്ന് ഉരുളുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമോനെ.
ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7 വെള്ളത്തിൽ കഴുകിയാൽ അത് വൃത്തിയാകുമല്ലോ. പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട പാപം എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറി അവന്റെ ശരീരത്തോട് തൊട്ടിരുമ്മിയിരുന്ന് യാത്ര ചെയ്യുന്ന പെണ്ണ്, പ്രായപൂർത്തിയായ പെൺമക്കള്, കുടുംബത്തിലെ അകന്ന ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറ്റിവിടുന്നതിന്റെ പ്രിയപ്പെട്ട ഉമ്മ, വേണ്ടടാ ചെറുപ്പക്കാരോ, വേണ്ടടാ പൊന്നുമോന്.